പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തുകൃഷ്ണനുമായി തെളിവെടുപ്പ് തുടരുകയാണ്. കൊച്ചിയിലെ അനന്തുവിന്റെ ഓഫീസുകളിലും ഫ്ളാറ്റിലുമാണ് തെളിവെടുപ്പ്. ആനന്ദകുമാറിന് പണം നൽകിയിട്ടുണ്ട് എന്നും ലാലി വിൻസെന്റിന് കേസിൽ പങ്കില്ല എന്നും അനന്തുകൃഷ്ണൻ തെളിവെടുപ്പിനിടെ പറഞ്ഞു. രേണുക രാജേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തെളിവെടുപ്പിനിടെ അനന്തുകൃഷ്ണൻ പറഞ്ഞത്? രേണുക, ഈ പാതിവില തട്ടിപ്പ് കേസിൽ ഏറ്റവും നിർണായകമായ സംഭവങ്ങളാണ് ഇന്നത്തെ തെളിവെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലും അതോടൊപ്പം തന്നെ ഫ്ളാറ്റിലും എല്ലാം എത്തിച്ചെടുത്ത് നടത്തിയ തെളിവെടുപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഷ്ട്രീയക്കാർക്ക് കൃത്യമായും ഈ ഒരു പാതിവില തട്ടിപ്പിൽ ഇടപാടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ അശോക ഫ്ളാറ്റാണ് അദ്ദേഹം അല്ലെങ്കിൽ അനന്തുകൃഷ്ണൻ താമസിച്ചുകൊണ്ടിരുന്ന ഫ്ളാറ്റ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ എത്തിയും തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ രേഖകളടക്കം പോലീസിന്റെ കൈവശം ഉണ്ടായിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അലസ്യമായ മട്ടിയിലാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. തെളിവെടുപ്പ് നടക്കട്ടെ എന്നിട്ട് കാണാം എന്ന രീതിയിൽ അലസ്യമായ മട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തെളിവെടുപ്പിൽ ഒരു കോപ്പറേറ്റ് ചെയ്ത രീതിയിൽ തന്നെയാണ് അനന്തുകൃഷ്ണന്റെ പെരുമാറ്റവും. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞൊരു വാക്കുകളും കൂടെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയക്കാർക്ക് ഈ ഒരു വിഷയത്തിൽ നിർണായകമായും ഇടപാടുകളുണ്ട്, താനുമായ രാഷ്ട്രീയക്കാർ ഇടപെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലാലി വിൽസന്റെ ഈ കേസിൽ യാതൊരു പങ്കവുമില്ല. ഏറ്റവും നിർണായകമായ സംഭവം AN രാധാകൃഷ്ണൻ പണം വാങ്ങിയിട്ടില്ലെന്നൊരു വാക്കുകൂടെ പറയുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയപരമായി കൃത്യമായി ഈ പണം തട്ടിപ്പിൽ ഇടപാടുണ്ടായിട്ടുണ്ട്. ആരൊക്കെയാണ് അല്ലെങ്കിൽ ഈ പ്രതിപട്ടികയിൽ വരാൻ പോകുന്ന ഈ തട്ടിപ്പ് പട്ടികയിൽ വരാൻ പോകുന്നത് ആരൊക്കെയാന്നുള്ളൊരു കാര്യത്തിൽ നിർണായകമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ പട്ടികയിൽ ഇനി ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു കാര്യം പോലീസിന് കൃത്യമായി അറിയാം. പക്ഷേ ഈ പ്രമുഖ രാഷ്ട്രീയത്തിലുള്ള പ്രമുഖ നേതാക്കന്മാരായതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ഈ പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ ഈ തട്ടിപ്പ് പട്ടികയിൽ എന്നുള്ളൊരു വിവരങ്ങൾ ഈ പോലീസുകാർ കൃത്യമായി പുറത്തുവിടുമോ, അതിലിനിയൊരു തട്ടിപ്പുണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. നിലവിലിപ്പോൾ പനമ്പള്ളിയിലും കല്ലൂര്, പൊന്നുരുത്തി എന്നിവിടങ്ങളിലെ ഓഫീസുകളിലെത്തി തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. അശോക ഫ്ളാറ്റിലെത്തിയും അനന്തുകൃഷ്ണൻ താമസിച്ചിരുന്ന അശോക ഫ്ളാറ്റിലെത്തിയും തെളിവെടുപ്പ് നടത്തി പൂർത്തിയാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ എങ്ങോട്ടാണ് നിലയിൽ മാറ്റേണ്ടത് എന്നൊരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. മാധ്യമവും പൊതുജനങ്ങളുടെയും ഇടപെടൽ കാരണം പോലീസ് കൃത്യമായ ഒരു കനത്ത സുരക്ഷയോടുകൂടി തന്നെയാണ് പ്രതിയെ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴും പറയാൻ മുന്നോട്ട് വരുന്നില്ല. ലാലി വിൻസെന്റ് കേസിൽ പങ്കില്ല, അതോടൊപ്പം AN രാധാകൃഷ്ണൻ പണം വാങ്ങിയിട്ടില്ല, പക്ഷേ രാഷ്ട്രീയക്കാർ താനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഏതൊക്കെ രാഷ്ട്രീയ പ്രമുഖരാണ് ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഈ തട്ടിപ്പ് കേസിൽ ആരൊക്കെയാണുള്ളതെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലിപ്പോൾ ഇത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ എത്തുമ്പോഴാണ് ഈ കേസിന്റെ കൂടുതൽ വ്യാപ്തി. 800 കോടി, സംസ്ഥാനം ഒട്ടാകെ 800 കോടിയാണ് ഈ അനന്തുകൃഷ്ണൻ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 800 കോടിയിലുപരി എന്ത് രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഉണ്ടായിരിക്കുന്നത്? 33,000 പരാതികളാണ് ഇയാൾ സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടാക്കിയിരിക്കുന്നത് പല തട്ടിപ്പിലൂടെ. ഇത് രേഖകൾ പ്രകാരമുള്ളതാണ് ഈ 33,000 എന്നുള്ളൊരു കണക്ക്. അതിനുപരി എന്തൊക്കെ കണക്കുകളാണ്? ഇന്ന് പോലും വടക്കേ പറവൂരിൽ 500-ലധികം പരാതികളാണ് ഇന്ന് തന്നെ ഉയർന്നിരിക്കുന്നത്. ഇങ്ങനെ പല രീതിയിൽ നിന്നും സ്ത്രീകളെയും പുരുഷന്മാരെയും കുടുംബാംഗങ്ങളെയും പറ്റിച്ചുകൊണ്ടുള്ളൊരു പരാതിയുടെ തെളിവെടുപ്പ് തന്നെയാണ് ഇപ്പോൾ നടന്നത്. ഇനി നാളെ ഇദ്ദേഹത്തിനെതിരെ ഒരു തെളിവെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്ന് പകുതി സ്ഥലങ്ങളിലും എത്തിച്ച് മൂവാറ്റുപുഴ അടക്കമുള്ള സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. പൊന്നുരുത്തിയിൽ, അതോടൊപ്പം തന്നെ കലൂര്, പനമ്പള്ളിയിലുള്ള ഓഫീസ് എന്നിവിടങ്ങളിൽ എല്ലാം എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. പ്പെട്ട നാട്ടുകാരിൽ ആരെങ്കിലുമോ സ്ത്രീകളിൽ ആരെങ്കിലുമോ എതിർപ്പുമായിട്ട് ഉണ്ടായിരുന്നോ? സാധാരണഗതിയിൽ കൊലപാതക കേസുകൾ, ബലാത്സംഗ കേസുകൾ എന്നിവയിലൊക്കെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് ഇവിടെ തട്ടിപ്പിന് ഇരയായിട്ടുള്ള ആളുകളുടെ ഒരു സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ അവിടെ? നിലവിൽ അങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ടായിട്ടില്ല. കാരണം ഈ കേസിന്റെ ഒരു വ്യാപ്തി അങ്ങനെയാണ്. തട്ടിപ്പിന് ഇരയായെന്ന് പറയുമ്പോൾ 33,000 പേരുടെ പരാതിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കേസ്. നിലവിൽ ഇവിടെ ആരും വന്നിട്ടില്ല. കാരണം അതീവ സുരക്ഷതയോടെ തന്നെയാണ് ഈ പ്രതി പല സ്ഥലങ്ങളിൽ എത്തിച്ചത്. അശോക ഫ്ളാറ്റ് മാത്രമാണ് ഈ ജനങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അറിവ്. മറൈൻ ഡ്രൈവിലുള്ള അശോക ഫ്ളാറ്റിലാണ് താമസം വന്നത്. മറ്റു ഓഫീസുകളെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മറ്റെവിടൊക്കെയാണ് ഓഫീസുകൾ ഉണ്ടായിരുന്നിട്ടുള്ള കാര്യം പോലും പോലീസ് മാധ്യമങ്ങളോടോ പൊതുജനങ്ങളോടോ വ്യക്തമാക്കിയിട്ടില്ല. തികച്ചും പോലീസുകാരെ പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള മാധ്യമങ്ങളിൽ ആ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് എവിടെയായിരുന്നു അനന്തുകൃഷ്ണന്റെ ഓഫീസുകൾ ഉണ്ടായിരുന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എറണാകുളം ജില്ലയിൽ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഇടപാടുകളും ഓഫീസുകളും സബ് ഡിവിഷനുകളും ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ എല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ പനമ്പള്ളിയിലും കലൂരും പൊന്നുരുത്തിയിലും എത്തി തെളിവെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. മൂവാറ്റുപുഴയിലാണ് പ്രധാനമായിട്ടും കേസ് രജിസ്റ്റർ ചെയ്ത് ആരംഭിച്ചത്. അവിടെയും തെളിവെടുപ്പ് നടത്തിയതിനു ശേഷമാണ് ഈ ഫ്ളാറ്റിലേക്ക് എത്തി വീണ്ടും കൂടുതലായിട്ടുള്ള തെളിവെടുപ്പിലേക്ക് പോയത്. ഇനി നിർണായകമാക്കേണ്ടത്
അല്ലാതെ നാളെ എന്താണ്, നാളെ ഇനി മറ്റു നടപടികളുണ്ടോ, നിലവിൽ ഇന്നും കൂടെ തെളിവെടുപ്പ് അവസാനിപ്പിക്കുകയും മറ്റു നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഈ ഒരു തെളിവെടുപ്പിന്റെ അടിസ്ഥാനത്തോടു കൂടി തന്നെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ പരാതിയുമായിട്ട് ഓരോരുത്തരും ഓരോരോ ദിവസം ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാനം ഒട്ടാകെ 800 കോടി രൂപ എന്ന് പറയുന്നത് ഒരു ചില്ലറ തുകയെ കാണാൻ കഴിയില്ല. 19 അക്കൗണ്ടുകൾ, ഒരു വ്യക്തിക്ക് നിയമപരമായി 19 അക്കൗണ്ടുകൾ കൈവശം വയ്ക്കാൻ കഴിയുമോ എന്ന് തന്നെ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമാണ്. ഈ 19 അക്കൗണ്ടുകളിലായിട്ട് 800 കോടി രൂപ, ഈ 800 കോടി രൂപയും ഇ ഡി അടക്കമുള്ളവരിൽ നിന്നും തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് പല ഭൂമി ഇടപാടുകളിലൂടെയാണ്. ഇടുക്കി, കോട്ടയം പോലെയുള്ള ജില്ലകളിൽ എത്തിച്ച ഭൂമി ഇടപാടുകൾ നടത്തി അവിടെ സ്വന്തം പേരിൽ ഭൂമി വാങ്ങിക്കുകയും അതോടൊപ്പം തന്നെ സഹോദരിയുടെ ഭർത്താവിന്റെ അക്കൗണ്ടുകളിലേക്ക് ഈ പൈസ ഇട്ട് മാറ്റുകയും, അങ്ങനെ ഈ 800 കോടി രൂപ തന്നെ മറ്റാർക്കും അറിയാത്ത രീതിയിൽ തട്ടിപ്പ് നടത്തുകയും ഇദ്ദേഹത്തിന്റെ 4 അക്കൗണ്ടുകളിൽ നിന്നും മാത്രം, അനന്തുകൃഷ്ണന്റെ 4 അക്കൗണ്ടുകളിൽ നിന്നും മാത്രം 18 കോടി രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്രയും കോടി രൂപ ഈ കേരളത്തിൽ ഈ 14 ജില്ലകളിലായിട്ട് തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. 33,000 പേരുടെ പരാതിയുണ്ട്. 800 കോടിയോളം അടക്കം ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടും എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുന്നില്ല, ഒരു കാര്യത്തിൽ വ്യക്തത വരേണ്ടതെന്ന് ഉണ്ട് ബനീഷ്. അതെ, തെളിവെടുപ്പ് തുടരുകയാണ്. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തകൃഷ്ണനുമായി വിവിധ ഇടങ്ങളിൽ ഇന്ന് നടത്തിയ തെളിവെടുപ്പിന്റെ വിവരങ്ങളും അതിനിടയിൽ മാധ്യമപ്രവർത്തകരോട് ഈ പ്രതി പറഞ്ഞ കാര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു രേണുക രാജേന്ദ്രൻ കൊച്ചിയിൽ.